എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടില് ഇന്ന് ചെറുപ്പം നിലനിർത്താൻ ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഇപ്പൊ ഞാനും നിങ്ങളുമടക്കം എല്ലാ ആളുകളും തന്നെ നമ്മുടെ സൗന്ദര്യം എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, അതിപ്പോ ക്രീമുകളായിക്കൊള്ളട്ടെ, ഫുഡ് സപ്ലിമെന്റ് ആയിക്കൊള്ളട്ടെ, ഇനി എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുകയും നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ മറ്റ് രീതികളൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ആ വിഭാഗം ആളുകളാണെന്ന് ഇന്നത്തെ, പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാരായാലും മധ്യവയസ്കരായാലും. അപ്പോ തീർത്തും വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് പ്രകൃതിക്ക് ഇണങ്ങി ബാഹ്യമായിട്ടുള്ള യാതൊരു ഇടപെടലുകളും നടത്താതെ, ശരീരത്തിന് യാതൊരു ദോഷം ചെയ്യാതെ നമ്മുടെ ചെറുപ്പം നിലനിർത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് രോഗങ്ങൾ, അസുഖങ്ങൾ വരാതെ നോക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു ജീവിത ശൈലി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അതിനെ നമ്മൾ 4G എന്ന് പറയും. 4G എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഗോൾഡൻ റൂൾസ് എന്നാണ് അറിയപ്പെടുന്നത്. 4 സുവർണ നിയമങ്ങൾ. അത് ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആഹാരമാണ്. 2 നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെള്ളം. 3 നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിശ്രമം. 4 നമ്മുടെ ശരീരത്തിന്റെ ഉറക്കം. അപ്പൊ ഈ 4 ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെറുപ്പം നിലനിർത്താനും ആ ഒരു എനർജി, ആ ഒരു ഊർജം, ആ ഒരു ചുറുചുറുക്ക്, ആ ഒരു ഉഷാറോടുകൂടി എല്ലാ കാലത്തും ജീവിക്കാനും നമുക്ക് രോഗങ്ങളില്ലാതെ, അസുഖങ്ങളില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈല്, ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ, നമുക്കൊരു ജീവിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ എത്ര കാലത്തോളം ജീവിക്കുന്നു അത്രയും കാലം. ഇപ്പോൾ പണ്ട് കാലത്തെ ആളുകൾ പറയും മനുഷ്യന്റെ ആയുസ് 120 വയസ്സാന്ന് പറയും. പക്ഷെ ഇന്ന് നമുക്കറിയാം ഒരു 50-60 ഏജൊക്കെ ആകുമ്പോഴേക്കും ആളുകൾ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ്. രോഗം പലപ്പോഴും 30-40 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ ഒരു 50-60 വയസ്സോട് കൂടി മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ എന്നാൽ യഥാർത്ഥത്തിൽ പണ്ട് കാലത്തെ ആളുകൾ പറയപ്പെടുന്ന ആ ഒരു മനുഷ്യന്റെ ആയുസ് 120 വയസ്സ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പഴയ കാലത്തെ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരിൽ പലരും 100 വയസ്സും 110 വയസ്സും 120 വയസ്സൊക്കെ പ്രായമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്തിനേറെ 90 വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി സഖാവ് VS അച്യുതാനന്ദൻ വരെ ജീവിച്ചിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്തെ ആളുകൾ മണ്ണില് പണിയെടുത്തിരുന്ന ആളുകളാണ്. ഭൂമിയുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ചെരുപ്പില്ലാതെ ജീവിച്ച ആളുകളാണ്. ഇന്ന് നമ്മൾ മനുഷ്യന്മാർക്ക് ഭൂമിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ഭൂമിയായിട്ടുള്ള ആകപ്പാടിലൊരു ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപാദം മണ്ണിൽ ചവിട്ടുക എന്നുള്ളതാണ്. അത് ഇന്ന് ആരും ചവിട്ടുന്നില്ല അല്ലെ? എല്ലാവരും വീട്ടിലും വീടിന് പുറത്തും ഓഫീസിലും വണ്ടിയിലും എല്ലാ സ്ഥലത്തും നമ്മൾ വൃത്തിയുടെ പേരിൽ ചെരുപ്പ് ധരിച്ച് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ മണ്ണായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് പലപ്പോഴും ആയുസ് കൂടുതൽ കിട്ടാനും, ആരോഗ്യം കൂടുതൽ കിട്ടാനും, സൗന്ദര്യം കൂടുതൽ നിലനിൽക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു ഘടകം തന്നെയാണ്. അപ്പൊ അതിനപ്പുറത്ത് ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 4 ഘടകങ്ങളാണ് ആഹാരവും, വെള്ളവും, ഉറക്കവും, വിശ്രമവും എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 ഘടകങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും അടുത്ത അധ്യായത്തിൽ വളരെ വിശദമായി തന്നെ ഈ 4 ഘടകങ്ങളെ പറ്റി നമ്മൾ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കണം, ഇതെങ്ങനെ ഉപയോഗിച്ചാലാണ് നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാം. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.